ആ രാഘവേട്ടൻ എണീറ്റില്ലേ? അവിടെ ആരുമില്ല. രാവിലെ പോവെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത്ര നേരത്തെ പോവാറില്ല സാധാരണ. ചിലപ്പോ കേറിയിരിക്കൂ. രാഘവനെ കണ്ടില്ലേ? അവിടെ ഇല്ല. ഈ രാഘവേട്ടൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ പോയത്? ചിലപ്പോ വെറുതെ തോട്ട വെച്ചതൊക്കെ നോക്കാൻ ഇറങ്ങിയിടാവും. ഞങ്ങൾക്ക് ഇവിടെ ഒരാളും വരാനില്ല. രാഘവന് ചങ്ങായിമാരായിട്ട് ചിലരെങ്കിലും ഉണ്ടല്ലോ. പേരെന്താന്നാ പറഞ്ഞേ? ബാലൻ. ആ, ഇവിടെ വന്ന് പെടാനാ പാട് അല്ലേ? വന്ന് പെട്ടാൽ ഒരു വിഷമമില്ല. എന്തു തോന്നി? നല്ല സ്ഥലം. ലോറിയിൽ വന്നത് ജീപ്പിലോ? ജീപ്പില്. കരി കയറ്റാൻ പറഞ്ഞ ലോറിക്കാർക്കൊക്കെ എന്നെ അറിയാം. നാണേട്ടന്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ കയറ്റും. ഞാനാ ഈ ഭാഗത്ത് ആദ്യം വന്നത്. ഞാൻ പോയിട്ട് പിന്നെ വരാം. അതാപ്പോ നന്നായേ. ഇക്കണ്ട ദൂരം വന്നിട്ടും ചെങ്ങായിയെ കാണാണ്ട് പോവേ. രാഘവൻ ഞങ്ങൾക്ക് അന്യനൊന്നുമല്ല. കൊച്ചുട്ടി, വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ? എന്നിട്ട് എന്താച്ചാ വിശേഷം? ആ തപാൽക്കാരൻ ഈ കുന്നുകയറി ഇറങ്ങോ? താഴത്തങ്ങാടിയിൽ കൊടുത്തിട്ട് പോകും, അത്ര തന്നെ. ഇക്കണ്ട ദൂരം നടക്കാൻ അയാൾക്കും കഷ്ടം തന്നെ. അല്ല, ഞങ്ങൾക്ക് ഇവിടെ എഴുത്തും കുത്തൊന്നും വരാനില്ലാന്നും വെച്ചോളൂ. രാഘവന്റെ അടുത്ത് തന്നെ വീട്. ബാലികേറാമല എന്നൊക്കെ പറയണ പോലെ ഒരു സ്ഥലം അല്ലേ ബാല? ആദ്യം വരണവർക്ക് അങ്ങനെ തോന്നും. ഓരോ തലയിലെഴുത്തിന്റെ ഫലമായിട്ട് ഓരോരുത്തർ ഇവിടെ വന്നു വിടുന്നു. അല്ലാണ്ട് എന്താ പറയാ? ബാലന്റെ വീടിനൊന്നും പറ്റിയില്ലല്ലോ. എന്റെ വല്ലാത്തൊരു തലയിലെഴുത്ത് തന്നെയാ ഈ രാഘവന്റെ. മലവെള്ളം വന്ന് ഒറ്റ രാത്രി കൊണ്ട് വീടും കുടിയൊന്നും ഇല്ലാണ്ടാവുക വെച്ചാൽ, വീടും മുതലും ഒക്കെ പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചോ. അമ്മയും താഴെയുള്ളവരൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായാൽ, പണിസ്ഥലത്തായതുകൊണ്ട് രാഘവൻ രക്ഷപ്പെട്ടു അല്ലേ? അവരെ അച്ഛൻ തോമാസ് നായ്ക്കരെ. ഇപ്പൊ ഈ മലവാരത്തിൽ നിറച്ച ആളായി. ഇവരൊക്കെ ഞാൻ വന്നതിന് ശേഷം സ്ഥലം വാങ്ങിയവരാ. ഞാൻ വന്ന കാലത്ത് ഇവിടുത്തെ താഴ്ത്തങ്ങാടിൽ പകലൂടെ കുറുക്കനും പന്നി ഇറങ്ങും. ഇപ്പൊ ഒരു നേര പീടിക കണ്ടില്ലേ? അച്ഛന് ചായ വേണോ? വേണ്ട, നമുക്ക് നെല്ലുണക്കാനുണ്ടേ കൊച്ചുട്ടിയെ. നാട്ടില് കൃഷിയുണ്ടോ? ഇപ്പില്ല. നാട്ടിലെ കൂലിച്ചെലവ് കേൾക്കുമ്പോ കൃഷി കൊണ്ട് ഒറ്റ ലാഭം ഉണ്ടാവില്ല. അധ്വാനിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും ഇവിടെ. പക്ഷെ അതിലൊരു താല്പര്യം വേണം. ബാലന്റെ ചങ്ങായിക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല. പേരിന് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നല്ലാതെ ഒന്നും ചെയ്യണില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഓരോ സമയത്ത് ഓരോ കമ്പാ രാഘവൻ. ഇരിക്കൂട്ടോ. തീരായിട്ട് നിൽക്കണ ഒരു തള്ളയുണ്ട്. അതുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദിവസം 1 ഉറുപ്പിയുടെ പുകല തിന്നും ഇല്ലേ കൊച്ചുട്ടി? അത് കാര്യമില്ല. പക്ഷെ മേലനങ്ങ മടിയുള്ള സൈസാ. എനിക്കതാ ദേഷ്യം. ഞാൻ അങ്ങാടിയിലോ അടിവാരത്തിലോ വെച്ച് കണ്ടോളാം. ഇരിക്കുന്നു. ബാലൻ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ചെങ്ങായി വേറൊരു വഴിക്ക് കയറും. രാഘവന്റെ നാട്ടിൽ നിന്ന് ഒരു ചെങ്ങായി വന്നിട്ട്, കുളിക്കണോ? ഇത് അങ്ങോട്ട് ഇറങ്ങി ഞങ്ങളുടെ പുഴയണം. നല്ല അസല് വെള്ളം, തോർത്ത് വേണം. വേണ്ട, ഞാനൊന്ന് നടന്നിട്ട് വരാം. നടന്നോ. ഒരു ദിവസം നിങ്ങളാദ്യം പണി ഇറങ്ങിയെന്ന് വെച്ച് തെറ്റൊന്നുമില്ല രാമ. ചെല്ലേ. എന്തോ ഒരു ബേജാറും കൊണ്ടാ ഈ ചെങ്ങായി വന്നിരിക്കണേ അല്ലേ കൊച്ചുട്ടി? മിണ്ടാട്ടം കുറവാ. അച്ഛൻ വർത്താനം തുടങ്ങിയ പിന്നൊരാൾക്ക് പറയാൻ ഇടയിട്ടിട്ട് വേണ്ടേ? അതുകൊണ്ട് മിണ്ടാത്താവും. നിന്റെ അമ്മ എനിക്ക് പണ്ടൊരു പേരിട്ടിരുന്നു, വെട്ടുക്കിളിയെന്ന്. എപ്പോഴും വായ കൂട്ടൂല. വായിലെ നാവിന്റെ ബലം കൊണ്ട് തന്നെയല്ലേ അച്ഛന്റെ കൂടെ ഈ കാട്ടുമുക്കിലേക്ക് പോരാൻ അമ്മ സമ്മതിച്ചത്? എന്നും അതെനിക്കൊരു അതിശയാ. അങ്ങനെ അതിശയിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിൽ എന്നെ കണ്ടാ എങ്ങനെ ഇരുന്നു? അമ്മ മോഹിച്ച തെറ്റൊന്നുമില്ല. ഓ പിന്നെ കാമദേവന് വയസ്സായാലും ഇങ്ങനെ ഇരിക്കുമല്ലേ?